സാധാരണക്കാരായി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സിഹർ ബാത്തിലാക്കാം. അത് എത്ര പഴക്കമുള്ള സിഹറാണെങ്കിലും അത് ബാത്തിലാകും. ഞങ്ങൾക്ക് വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് വലിയ പാമ്പിന്റെ പടമുള്ള തകിട് കിട്ടി. CCTV ഞങ്ങൾ കണ്ട ദൃശ്യം വലിയ ഭീകരമായ ദൃശ്യമായിരുന്നു. സിഹർ വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. എത്ര വലിയ മൂർത്തിയുടെ പ്രയാസമാണെങ്കിലും എത്ര വലിയ സിഹറാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ അത് ബാത്തിലാകും, ഉറപ്പാണ്, മുജറബാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എത്ര വലിയ സിഹറും സാധാരണക്കാരായ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മന്ത്രിച്ച് ബാത്തിലാക്കാം. ഈ ഒരു അമല് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പരിപൂർണമായി ബാത്തിലാകും. കുങ്കുമത്തിൻ്റെ പൗഡർ നിങ്ങളെ വീട്ടിലുണ്ടോ? അല്ലെങ്കിൽ അറബി മഷി നിങ്ങളെ വീട്ടിലുണ്ടോ? ഒരു പിഞ്ഞാൺ നിങ്ങളെ വീട്ടിലുണ്ടോ? എന്നാൽ നിങ്ങളെ സിഹർ ബാത്തിലായി. അത് എത്ര പഴക്കം ചേർന്ന സിഹറാണെങ്കിലും എത്ര വലിയ മൂർത്തികൾ അയച്ച് നിങ്ങളെ പ്രയാസപ്പെടുത്തിയ സിഹറാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ഇത് ബാത്തിലാവണമെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്താൽ, ഈ അമൽ ചെയ്താൽ പരിപൂർണമായി ബാത്തിലാകും. എത്ര ആളുകളാണ് സങ്കടം പറയുന്നത്, തങ്ങളെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് ബാത്തിലാക്കി, ഇതന്നെ ഞങ്ങളെ പണി, ബാത്തിലാക്കുക അവർ പുതുക്കുക, ബാത്തിലാക്കുക അവർ പുതുക്കുക, ബാത്തിലാക്കുക അവർ പുതുക്കുക. ഇതിനൊരു അവസാനല്ലേ? ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണ്ടേ? ഞങ്ങൾക്കും ജീവിക്കണ്ട തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പറയുന്നവരുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇത്തരം ഷെറുകളെ ഇല്ലാതെയാക്കാൻ കഴിയുന്നത്? അതിനൊരു വീഡിയോ തങ്ങൾ ചെയ്യണം, അതിനൊരു അമല് പറഞ്ഞു തരണം. നമ്മൾ സിഹർ സംബന്ധമായ ധാരാളം അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് സാധാരണക്കാരായ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വെറും ഒരു 41 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഈ ഒരു അമല് ചെയ്താൽ മതി. ചുരുങ്ങിയത് 7 ദിവസം ചെയ്യാൻ പറ്റുമോ? ഒരാഴ്ച ഇത് ചെയ്തൂടെ? അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 14 ദിവസം ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ 21 ദിവസം അല്ലെങ്കിൽ 40 ദിവസം ഇതൊന്ന് കണ്ടിന്യൂസ് ചെയ്തോല്ല. കാരണം മാറ്റങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വരും. അപ്പം നിങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും. അത്രയും മുജറബാണ് ഈ അമൽ, അത്രയും പവർഫുള്ളാണ് ഈ അമൽ. ധാരാളം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് വലിയ വിജയം കിട്ടിയിട്ടുണ്ട്. നമ്മളെ തടസ്സങ്ങൾ, സിഹർ മൂലം വന്ന തടസ്സം നീങ്ങും. സിഹർ മൂലം വന്ന രോഗങ്ങൾക്ക് വലിയ ശിഫ ലഭിക്കും. സിഹർ മൂലം വന്ന നമ്മളെ സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ടല്ലോ, അതൊക്കെ വലിയൊരു ഭദ്രതയിലെത്തും. നമ്മളെ കടങ്ങൾ വീടും. കാരണം നമ്മൾ റെഡിയായാൽ തന്നെ നമ്മളെ പ്രയാസങ്ങളൊക്കെ ശരിയാവില്ല. മുഅ്മിനീങ്ങളെ, സിഹർ മൂലം വന്നിട്ടുള്ള നമ്മളെ ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ഇടങ്ങേറ്, ഈ ഒരു ചുറ്റിത്തിരിച്ചൽ അല്ലെ, ഇന്നിങ്ങനെ നിന്ന് തിരിയാണ് കിടന്നിട്ട്. കാരണം ഇതിന് ബാത്തിലാവണില്ല. പല സ്ഥലങ്ങളിൽ പോയിട്ട് ബാത്തിലാവുന്നില്ല, ബാത്തിലാക്കാൻ കഴിയുന്നില്ല, മൂർത്തികളെ പിടിക്കാൻ കഴിയുന്നില്ല പറയുന്നവരുണ്ട്, സങ്കടം അവതരിപ്പിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊരു ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് ഇത് ചെയ്താൽ മതി. ഇൻഷാ ഞാൻ പറയട്ടെ, കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ആ ഒരു അമലിലേക്ക് കടക്കാം. എന്താണ് അമല്? കുങ്കുമ പൗഡർ കൊണ്ടുള്ള, അറബി മഷി കൊണ്ടുള്ള, ഈ പ്ലേറ്റ് പിഞ്ഞാണം കൊണ്ടുള്ള അമല് എന്താണ്? ഇൻഷാ നമുക്ക് ചർച്ച ചെയ്യാം. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ധാരാളം ആളുകളാണ് നമ്മളെ മജ്‌ലിസ് കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുന്ന അത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, അത്തരം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വലിയ ഇടങ്ങേറിന് വലിയ പ്രയാസത്തിലാണ്. നേരിട്ട് വന്ന് കണ്ടുകൊണ്ട് ഞങ്ങളെ സങ്കടം ഒന്ന് പറയണമായിരുന്നു, ഞങ്ങളെ വിഷമങ്ങളൊന്ന് അവതരിപ്പിക്കണമായിരുന്നു, അതിൻ്റെ പരിഹാരം തേടണമായിരുന്നു. എന്നാണ് ഞങ്ങൾ വരേണ്ടത്, എവിടേക്കാണ് വരേണ്ടത് എന്ന് ചോദിച്ച് ബുക്കിങ്ങിന് വേണ്ടി വിളിക്കുന്നവരുണ്ട്. ഇനി വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ എങ്ങോട്ടാണ് വരേണ്ടതെന്നും എപ്പോഴാണ് വരേണ്ടതെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു സമയം പറയും. നിങ്ങളെ നമ്പർ ഇവിടെ ബുക്ക് ചെയ്യും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തിരട്ടെ. ജീവിതത്തിൽ വലിയ റാഹത്തുകൾ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, വലിയ ഹൈറാത്തുകൾ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കി ജീവിതത്തിൽ വിജയങ്ങൾ അള്ളാഹു തരട്ടെ ഇൻഷാ അല്ലാഹ്. ഏതാണ് അമൽ? നമ്മളെ വീട്ടിൽ ഒരു പിഞ്ഞാണെന്ന് പറയുമ്പോൾ തെക്ക് ഭാഗത്തുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവില്ല, മലബാർ സൈഡിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. പ്ലേറ്റ്
അല്ലേ? പഴയ കാലത്ത് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പിഞ്ഞാണ എഴുതാന്നൊക്കെ പറയും ഗർഭമുള്ള സ്ത്രീകൾക്ക്, അല്ലേ? ഈ ഒരു പിഞ്ഞാണ, ഈ ഒരു ഫോട്ടോ കാണുന്ന ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ട് സാഫറാൻ, കുങ്കുമം, കുങ്കുമം കേട്ടിട്ടില്ലേ? പാലിലൊക്കെ ഇട്ട് കുടിക്കുന്ന കുങ്കുമം കേട്ടിട്ടില്ലേ? അത് ചിലപ്പോൾ പൊടി ചിലപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് കിട്ടൂല. കുങ്കുമം വാങ്ങിയിട്ട് അതിനെ പൊടിക്കുക, പൊടിച്ചിട്ട് പൗഡർ പരുവത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് സംസം വെള്ളം ഒഴിച്ച് ഒരു പാനീയ പരുവത്തിലേക്ക് എത്തിച്ചിട്ട് ഈ ഒരു പ്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ അറബി മഷി. ഈ കുങ്കുമം അല്ലെങ്കിൽ അറബി മഷി, രണ്ടാലൊന്ന്. അറബി മഷി കിട്ടിയിട്ടില്ലെങ്കിൽ കുങ്കുമം, ഏറ്റവും കുങ്കുമം കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം, ഏറ്റവും പവർഫുള്ള്, മുജറബായിട്ടുള്ളത്. അറബി മഷി കൊണ്ട് എഴുതാം, അറബി മഷി കൊണ്ട് എഴുതാം. എന്നിട്ട് ഇങ്ങനെയുള്ള ഇത് കണ്ടോ നിങ്ങൾ, മുള പൊട്ടിച്ച് ഇത് വാങ്ങാൻ കിട്ടും. ഈ ഒരു പേന, ഈ എഴുത്തുപേന ഈ രൂപത്തിലേക്ക് മുള പൊട്ടിച്ച് ആക്കിയിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിട്ട് കുങ്കുമത്തിൽ മുക്കിയിട്ട് ഈ പ്ലേറ്റിൽ ഒരേ ഒറ്റ അക്ഷരത്തിൽ എഴുതുക. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒറ്റ അക്ഷരത്തിൽ നിങ്ങൾ എഴുതുക, കൂട്ടി യോജിപ്പിക്കാത്ത രീതിയിൽ ഓരോരോ അക്ഷരങ്ങൾ. എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്. അങ്ങനെ ഓരോ അക്ഷരത്തിൽ ഈ പ്ലേറ്റിൽ പരിപൂർണമായി എഴുതി ചേർക്കുക, കുങ്കുമം കൊണ്ട് അല്ലെങ്കിൽ അറബി മഷി കൊണ്ട്. എന്നിട്ട് അതിലേക്ക് സംസം ഒഴിക്കുക, ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ച് ഒന്ന് കുലുക്കിയെടുക്കുക, അതായത് ഒന്ന് മായിക്കുക വെള്ളം കൊണ്ട്, ഈ ഒരു കൊണ്ട് സംസം കൊണ്ട് ഇതൊന്ന് മായിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. അതിലേക്ക് 70 പ്രാവശ്യം, മറന്നു പോകരുത്, 70 പ്രാവശ്യം ഈ ഒരു ആയത്തിന് ഓതി മന്ത്രിക്കുക. അൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഓതി മന്ത്രിച്ച് ആരാണോ രോഗി, ആരാണോ സിഹറിൽ പ്രയാസപ്പെടുന്ന രോഗി ആരാണോ അവർക്കിത് കൊടുക്കുക. അവർക്കിത് ചെയ്യാൻ പറ്റൂല, കാരണം ഈ സിഹർ കൊണ്ട്, ഈ സിഹറിൻ്റെ കാഠിന്യം കൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഓതാൻ കഴിയുന്നില്ല, ഇബാദത്ത് എടുക്കാൻ കഴിയുന്നില്ല, ദിക്ർ ചൊല്ലാൻ കഴിയുന്നില്ല. പറയുന്നവരുണ്ട് ഇൻഷാ അല്ലാഹ്. അവർക്ക് ആരെങ്കിലും ഇത് ചെയ്തു കൊടുക്കുക. നമ്മുടെ അടുത്ത് ഉസ്താദുമാർ ആലിമീങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, മദ്രസയിൽ പഠിക്കുന്ന 9-ലും 10-ലും പഠിക്കുന്ന വലിയ മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. വുളു വേണം, ശുദ്ധി വേണം. ഇത് ചെയ്യുമ്പോഴും ശുദ്ധി വേണം കേട്ടോ. ഇത് മുജറബാണ്. ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം നിങ്ങളിത് ചെയ്യുക. ഇത് ചെയ്താൽ, തുടർച്ചയായിട്ട് ചെയ്താൽ, എല്ലാ ബാധയേറ്റ സിഹറാണെങ്കിലും, മൂർത്തിയുടെ പ്രയാസങ്ങൾ പറഞ്ഞയച്ച് വിട്ട് നമ്മളെ ശല്യം ചെയ്യുന്ന സിഹറാണെങ്കിലും, വലുതായി നമ്മളെ ഉപദ്രവിക്കുന്ന സിഹറാണെങ്കിലും, ഏത് തരത്തിലുള്ള സിഹറാണെങ്കിലും, പഴക്കം ചെന്ന സിഹറാണെങ്കിലും, പാരമ്പര്യ രൂപത്തിൽ വന്ന സിഹറാണെങ്കിലും, ഭൂമിയിൽ നിന്ന് വന്ന സിഹറാണെങ്കിലും അത് ബാത്തിലാകും. പരിപൂർണ നിലക്കത് ബാത്തിലാകും. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അമല്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ 450 പ്രാവശ്യം വെള്ളത്തിൽ ചൊല്ലി മന്ത്രിക്കുക. ഈ ദിക്ർ വെള്ളത്തിൽ ഊതി മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുകയും ആ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്യാം. ഒന്ന് 3 മുറുക്കായി കുടിച്ച് ആ വെള്ളം കൊണ്ട് പിന്നീട് അത് കുളിക്കുകയും ചെയ്യാം. എങ്കിൽ നിങ്ങൾ എത്ര കാലത്തെ വലിയ സിഹറാണെങ്കിലും അത് ബാത്തിലാകും. നിങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി വിട്ട സിഹറാണെങ്കിലും അത് ബാത്തിലാകും. നിങ്ങളെ ജോലി സംബന്ധമായി വന്ന സിഹറാണെങ്കിലും ബാത്തിലാകും. എല്ലാ സിഹറും ബാത്തിലാകും. ഇത് മുജറബാണ്. ഇത് നിങ്ങൾ ഉറപ്പ് ഞാൻ നൽകുകയാണ്. കാരണം മഹാന്മാര് പഠിപ്പിച്ചു തന്നതാണ്, കിതാബുകളിലുള്ളതാണ് ഈ ഒരു അമല്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാനുള്ള കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കത് ജീവിതത്തിൽ വലിയ എഫക്റ്റ് ചെയ്തു. അവർക്കത് എന്ത് ചെയ്തു? അവർ സിഹർ ബാത്തിലാവാൻ അത് ഉപകരിച്ചു. ഇൻഷാ അല്ലാഹ് നിങ്ങളും ചെയ്തു നോക്കി. ഇത്തരം പ്രയാസങ്ങളുള്ളവർ, സിഹറിൻ്റെ കെണി വലകളിൽ പെട്ടുപോയ ആളുകൾ നമ്മുടെ അടുത്തേക്കൊക്കെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സങ്കടം വന്ന് പറയാറുണ്ട്, തങ്ങളെ സിഹറിൻ്റെ കെണി വലകളിലാണ്, ആരുമില്ല, ഞങ്ങളെ കൂടപ്പിറപ്പുകൾ തന്നെയാണ്, ഞങ്ങളെ ചോര തന്നെയാണ്, അസൂയ മൂലം.
അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലുണ്ടായ സ്വത്ത് തർക്കം മൂലം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലുണ്ടായ ശത്രുത മൂലം നിരന്തരം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ നിൽക്കാൻ അയക്കുന്നില്ല, ഞങ്ങളെ നിൽക്കാൻ അയക്കുന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. അയൽവാസികളുടെ ശത്രുത, സ്വന്തം കൂടപ്പറപ്പിന്റെ ശത്രുത. ഇത്തരം ശത്രുതയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. തങ്ങളെ ഞങ്ങൾ നിരന്തരമായി ഞങ്ങളെ ഭൂമിയിൽ നിന്ന് എടുക്കുകയാണ്. വലിയ വലിയ തകിടുകൾ, പാമ്പിൻ്റെ പടമുള്ള തകിട്, ശൂലത്തിൻ്റെ പടമുള്ള തകിട്, അത് ഞങ്ങളെടുത്ത് കത്തിച്ചു. ഒരബദ്ധം. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഒരിക്കലും ഇങ്ങനെ നിങ്ങൾക്ക് സിഹിർ കിട്ടുകയാണെങ്കിൽ അത് ഏത് രൂപത്തിലും, മാംസത്തിലാണെങ്കിലും തലയോട്ടിയിലാണെങ്കിലും ഇങ്ങനെയുള്ള തകിടിലാണെങ്കിലും കലത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, മരത്തടിയിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നേരെടുത്ത് കത്തിക്കല്ല വേണ്ടത്. അതെടുത്ത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാം. ആറ്റിലോ പുഴയിലോ ഒഴുകുന്ന വെള്ളത്തിൽ അത് ഒഴുക്കി കളയണം. ഇത്തരം ഷെറിൽ അകപ്പെട്ടു പോയവർ ഈ ഒരു അമല് ചെയ്തു നോക്ക്, നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ലോ, സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ലോ, സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ലോ. അല്ലാഹു ഇത്തരം കെണിവലകളെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റബ്ബേ, ഞങ്ങൾക്ക് നീ കാവലേകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:45 സയ്യിദിയ മജ്ലിസ്, ഒരു മജ്ലിസിൽ തന്നെയാണ്. എല്ലാവരും പങ്കെടുക്കാം, പുണ്യം നേടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.